നവജീവൻ കെയർ ഭാരത് ഫൗണ്ടേഷൻ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും പരിവാർ ചീക്കോട് പഞ്ചായത്ത് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്നേഹതീരം 2026 ഭിന്നശേഷി സംഗമത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ നടക്കും. പരിമിതികൾക്കപ്പുറം പ്രണയപൂർവ്വം പരിവാർ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് 2026 സെപ്റ്റംബർ 1 ചൊവ്വാഴ്ച എടവണ്ണപ്പാറ പാർക്കോൺ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രധാന മഹാസംഗമം നടക്കുന്നത്. ഇതിന്റെ മുന്നോടിയായുള്ള വിവിധ അനുബന്ധ പരിപാടികളുടെ വിവരങ്ങൾ സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവജീവൻ കെയർ ഭാരത് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റാണ്, ചീക്കോട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റാണ്. അതോടെ തന്നെ ചീക്കോട് പഞ്ചായത്തിലുള്ള ഭൗതിക വെല്ലുവിളികൾ നേടുന്ന രക്ഷിതാക്കളുടെ കൂട്ടായ്മ ഉണ്ട്, പരിവാർ എന്ന് പറയുന്ന സംഘടന. ഈ സംഘടനയിൽ നാഷണൽ ട്രസ്റ്റ് അംഗീകരിച്ച വിഭാഗത്തിൽപ്പെട്ട ഒരു സംഘടനയാണ് ഈ നവജീവൻ കെയർ ഭാരത് ഫൗണ്ടേഷൻ എന്ന അടുത്ത് രൂപീകരിച്ച ഒരു സംഘടനയാണ്. നമ്മൾ ഈ പരിവാർ എന്നൊക്കെ പറയുമ്പം അതിലൊരു പരിമിതി ഉണ്ട്. ഈ മാനസിക വെല്ലുവിളിയുള്ള രക്ഷിതാക്കളുടെ ഒരു കൂട്ടായ്മയാണ്. നേരെ മറിച്ച് പല രക്ഷിതാക്കളും ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾക്ക് പരിവാറിൽ ചേർന്നൂടെ, പരിവാറിൽ ഞങ്ങൾക്ക് അംഗത്വം തന്നൂടെ എന്ന് ഇന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ കേരള അടിസ്ഥാനത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നവജീവൻ കെയർ ഭാരത് ഫൗണ്ടേഷൻ എന്ന ഒരു ട്രസ്റ്റ് നമ്മൾ രൂപീകരിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അവരോട് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഈ സംഗമത്തിലേക്ക് കൂടിയിട്ട് അവിടെ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് അവർക്കൊരു ID കാർഡൊക്കെ കൊടുത്തിട്ട് അവരുടെ നമ്മളെ ലൈനിലേക്ക് കൊണ്ടുവരും, മാറി നിർത്താതെ തന്നെ. ചീക്കോട് പഞ്ചായത്ത് ഭിന്നശേഷി സംഗമവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു മെഗാ മെഡിക്കൽ ക്യാമ്പ് എടവണ്ണപ്പാറ ഫാരിസ് ഓഡിറ്റോറിയത്തിൻ്റെ എതിർവശം അസ്മാ ടവറിൽ വെച്ച് നടക്കുകയാണ്. വരുന്ന ശനിയാഴ്ച രാവിലെ 10 മണിക്ക് തുടങ്ങുന്നതാണ്. ഈ ഭിന്നശേഷി സംഗമം എന്ന് പറയുന്നത് ചീക്കോട് പഞ്ചായത്തിലെ എല്ലാ ഭിന്നശേഷിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മഹാസംഗമമാണ്. ചീക്കോട് പഞ്ചായത്തിൽ ഒരു 850ഓളമാണ് ഭിന്നശേഷിക്കാർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഒരു കണക്കുള്ളത്. അതൊന്നല്ല, അതിൻ്റെ ഭാഗമായിട്ട് ഈ സംഗമത്തോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഒരു ഭിന്നശേഷി സർവേയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രാഥമിക ഈ ഭിന്നശേഷി സംഗമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ 5-ാം തീയതിയാണ് അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത്. കുണ്ടോട്ടി MLA TP അസ്രഫ് സാറായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നടന്നിരുന്നത്. അതിൻ്റെ ലോഗോ പ്രകാശനവും അന്ന് തന്നെ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ശനിയാഴ്ച നടക്കുന്നത്. അതിൽ നമ്മളെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള എല്ലാ വിഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പാണ് നടക്കുന്നത്. അതിൽ കുട്ടികളുടെ തെറാപ്പി, IQ, മറ്റുള്ള എല്ലാ ഭാഗവും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ ഒരു മെഡിക്കൽ ക്യാമ്പാണ് നടക്കുന്നത്. പിന്നെ ഈ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റിൽ തന്നെ ഈ സെപ്റ്റംബർ 1 നമ്മൾ സംഗമം നടക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ചത് പറഞ്ഞാൽ ഇതിൻ്റെ കീഴിൽ ഒരു 15ഓളം പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നുണ്ട്. നമ്മൾ വിളംബര സംഗമം നടക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഗൃഹസന്ദർശനം എന്ന് പറഞ്ഞാൽ ഈ പറ്റ ഭിന്നശേഷിയായിട്ടുള്ള ഈ കുട്ടികളുടെ വീട് സന്ദർശനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ വാർഡ് തല സംഗമം എന്ന് പറയുന്നത് എല്ലാ വാർഡുകളും ഭിന്നശേഷിക്കാരുണ്ട്. ഈ വാർഡുകളിലെ ഭിന്നശേഷിക്കാരെയും അവരുടെ പേരൻസിനെയും കൂടിയുള്ള ഒരു സംഗമമാണ് വാർഡ് തല സംഗമം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഭിന്നശേഷി മേഖലയിൽ തന്നെ എല്ലാവരും മാറ്റി നിർത്തുന്ന ഒരു മേഖലയാണ്. അപ്പം അവരെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും നടത്തുന്ന പോലെ തന്നെ ഒരു വിനോദയാത്ര ഈ സംഗമത്തോടു കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സംഗമത്തിന്റെ ഭാഗമായുള്ള മെഗാ മെഡിക്കൽ ക്യാമ്പ് അരീക്കോട് ആസ്റ്റർ മദർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് 2026 ജൂൺ 27 ശനിയാഴ്ച നടക്കും. എടവണ്ണപ്പാറ ഫാരിസ് ഓഡിറ്റോറിയത്തിന് എതിർവശത്തുള്ള അസ്മാ ടവറിലാണ് ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. വൈവിധ്യമാർന്ന അനുബന്ധ പരിപാടികൾ പ്രധാന സംഗമത്തിന് മുന്നോടിയായി വിപുലമായ ജനപങ്കാളിത്തത്തോടെയുള്ള വിളംബര സമ്മേളനവും കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിലെ NCC വിഭാഗവുമായി സഹകരിച്ച് മേഖലയിലെ ഭിന്നശേഷിക്കാരുടെ കൃത്യമായ വിവരശേഖരണത്തിനായി ഭിന്നശേഷി സെൻസസും നടത്തും. ഇതുകൂടാതെ താഴെ പറയുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, വിദഗ്ധർ നയിക്കുന്ന മോട്ടിവേഷൻ ക്ലാസുകൾ, സ്പെഷ്യൽ ടീച്ചർമാരുടെ സംഗമം, ഭിന്നശേഷി കല്യാണം, അർഹരായവർക്കുള്ള തൊഴിൽ മേള, വാർഡ് തല സംഗമം, വിനോദയാത്ര, ഡോക്യുമെൻ്ററി പ്രദർശനം, ഫണ്ട് ശേഖരണം, ഫുഡ് ഫെസ്റ്റ്, ബിരിയാണി ചലഞ്ച്. ഈ കാരുണ്യ സാമൂഹിക മുന്നേറ്റം വൻ വിജയമാക്കാൻ എല്ലാ ജനവിഭാഗങ്ങളുടെയും മാധ്യമങ്ങളുടെയും സഹകരണം പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ
നവജീവൻ കെയർ ഭാരത് ഫൗണ്ടേഷൻ ചെയർമാൻ സൈനുദ്ദീൻ പൊന്നാട്, പരിവാർ ചീക്കോട് പഞ്ചായത്ത് സെക്രട്ടറി ഹമീദ് ഓമാനൂർ, നവജീവൻ കെയർ ഭാരത് ഫൗണ്ടേഷൻ സെക്രട്ടറി മുഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 10 എടവണ്ണപ്പാറ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.